ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ വെച്ച് മനസ്സിലായില്ലേ, ഒരു കുർത്ത ഹാളാണ്. സോ എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് എന്നുള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് ഹാൾസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കുർത്ത എന്ന് പറയുമ്പോൾ. സോ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ മേടിക്കുന്ന സൈറ്റ് നല്ല മേടിച്ചിരിക്കുന്നത്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇത് മൂന്നാളാണ് ഞാൻ മെയിൻലി മേടിക്കാറുള്ളത്. സോ അതിൽ നിന്നൊന്നും മാറി എനനൗ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ പലരും പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാവും ക്യാഷ് കറൂ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തവണ ഞാൻ ക്യാഷ് കറൂ എന്നാണ് മേടിച്ച് നോക്കിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം നല്ല ഹൈപ്പ് ഉണ്ട്. അത് മാത്രമല്ല, ക്യാഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്നല്ലേ. അപ്പോൾ ആ രീതിയിലും ഈ വീഡിയോ ഡിഫറെൻ്റ് ആണ്. ഞാൻ ക്യാഷ് കറൂ എന്ന് മേടിച്ചത് എങ്ങനെയാണെന്നുള്ളത് പറയാം. പിന്നെ ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം. അതായത് ഈ മേക്കപ്പ് ലുക്കാണ്, അത് സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. കുർത്ത, കുർത്തി, വെസ്റ്റേൺ വെയർസ് എല്ലാത്തിനൊപ്പം ചേരുന്ന നല്ലൊരു മേക്കപ്പ് ലുക്കാണിത്. സിമ്പിൾ ആണ് കേട്ടോ, അധികം പ്രോഡക്ട്സ് ഒന്നുമില്ല. ഒരു 3-4 പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു 2 minute മേക്കപ്പ് ലുക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്യാഷ് കറൂന്ന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്തതെന്ന് പറയാം. അതിനുശേഷം ഈ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹോൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാഷ് കറൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആദ്യത്തെ ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 rupees അപ്പോൾ തന്നെ നമുക്ക് ബോണസ് എമൗണ്ട് കിട്ടും. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലേക്ക് നമുക്ക് ആ ക്യാഷ് കറൂവിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ അതിലേക്ക് പോവാം. എനനൗ അതൊക്കെ ഉണ്ട്. ഇനി അതല്ല, നമുക്ക് 20% ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനനൗ എന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടാമതൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എനനൗവിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എനനൗവിൽ ഇപ്പോഴത്തെ ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി എനനൗവിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ക്യാഷ് കറൂ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ. അത് കൂടാണ്ട് ക്യാഷ് കറൂന്ന് പർച്ചേസ് ചെയ്യണ കാരണം ഫ്ലാറ്റ് 20% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ മേടിച്ച എമൗണ്ടിൽ നിന്ന് 20% നമുക്ക് തിരിച്ച് കിട്ടും. സോ ഇനി ക്യാഷ് കറൂ വെബ്സൈറ്റിൽ നമ്മൾ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അതിൽ വേണ്ടത് നമ്മൾ പർച്ചേസ് ചെയ്യുക, കാർട്ടിൽ ആഡ് ചെയ്യുക. സോ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിവതും നമ്മൾ കറക്റ്റ് സൈസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാനായിട്ട് പറ്റില്ല റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ സൈസിൽ ഇഷ്യൂസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആൻഡ്രോയിഡ് ആണ് നമ്മുടെ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് വഴി പർച്ചേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഐഫോൺ ആണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവും നന്നാവുക. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാർട്ടിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവഴി പർച്ചേസ് ചെയ്യാം. അല്ല നമുക്ക് അതിൽ എന്തെങ്കിലും ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ആണ് എടുക്കണേന്ന് വെച്ചാൽ പോലും നമുക്ക് ഈ ക്യാഷ് ബാക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാഷ് ബാക്ക് വന്നു എന്നുള്ളത്. അത് വന്ന് കിടക്കുക ക്യാഷ് കറൂലാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു 60 മുതൽ 90 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് കറൂവിൽ കിടക്കുന്ന എമൗണ്ടിന് 20% നമുക്ക് ഓഫ് കിട്ടുമെന്ന് പറയുന്ന എമൗണ്ടില്ലേ, അതിന് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാശ് കിട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത്ര കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്, ലാക്മേയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കണം. കാരണം ഒരു സ്കിൻ കെയറും വേണമല്ലോ നമുക്ക്. അതിനുശേഷം ഞാനിവിടെ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കോമ്പാക്ട് പൗഡറല്ല, ലൂസ് പൗഡറാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സ്റ്റേക്ക് വർക്കിയുടെ ലൂസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് മാത്രം എടുത്തിട്ട് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഒരു മാറ്റ് ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ബ്രൗൺ കാജലാണ്. അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെ, എസ്പെഷ്യലി കൺപീലിയുടെ താഴെയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ മീഡിയം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്രൗൺ കാജൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിൽ എഴുതാം, അതേപോലെ ഐബ്രോ പെൻസിലായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം കോൺടോറിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. കാരണം കണ്ണിൽ ഇൻസ്റ്റൻ്റ്ലി നല്ലൊരു ഡിഫറൻസ് ഇല്ലേ, കണ്ണ് നല്ല വലുതായി തോന്നിക്കും. എന്നാൽ നമ്മൾ ബ്ലാക്ക് കളറിലുള്ള കാജൽ എഴുതുന്ന പോലെ ഉള്ളൊരു ഹാർഷ് ലുക്ക് ഉണ്ടാവില്ല. അതൊരു നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ബ്രൗൺ കാജൽ ട്രൈ ചെയ്ത് നോക്കും, നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്ന കോറൽ കളറിലെ ലിപ്സ്റ്റിക്കാണ്. ഇത് ലാക്മേ എൻറിച്ച് ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇത് ലിപ്സിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചീക്സിൽ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗെയിൻ കോറൽ കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്കിത് 3 തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രമല്ല, ആസ് എ ലിപ്സ്റ്റിക്ക് തന്നെ ഇത് ഗോർജിയസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്.
അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ക്രീമി പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂസ് പൗഡർ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിലും കണ്ണിൻ്റെ മീഡിയം ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ലിപ്സ് ഇത്തിരി ഒന്ന് ഗ്ലോസി ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്, കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ് അല്ല. അതുകൊണ്ട് ഞാൻ എഗെയിൻ ആ പൗഡർ കുറച്ച് എടുത്തിട്ട് ലിപ്സിൽ ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷും ഉണ്ടാകും. അത് മാത്രമല്ല കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് കാണിക്കാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ കളറിലുള്ള കുർത്തിയാണ്. ഇതിൽ കുറച്ചൊരു എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഈ യോക്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് ഉള്ളത്. കൂടാണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സീക്വൻസ് വർക്കും ഉണ്ട്. പിന്നെ നെക്കിൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടേക്ക് താഴേക്ക് പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ഡീറ്റെയിലിംഗും ഉണ്ട്. യോക്കിൻ്റെ ഭാഗത്തും ചെറിയൊരു ത്രെഡ് വർക്ക് ഉണ്ട്. താഴേക്ക് പ്ലെയിൻ ആണ്, കണ്ടോ, പ്ലെയിൻ ആണ്. സിമ്പിൾ കുർത്തിയാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 500 സംതിങ് ആയിരുന്നു. പിന്നെ NNNOയിൽ സെയിലുള്ള സമയത്താണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ആയപ്പോൾ തന്നെ 350 രൂപയായി. അത് മാത്രമല്ല ക്യാഷ് കറൂന്ന് മേടിച്ചപ്പോൾ പിന്നെയും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതൊരു 300 രൂപയ്ക്കേ വന്നിട്ടുള്ളൂ, അതിൽ കൂടുതലില്ല. ഈ കാണിക്കാൻ പോണ എല്ലാ കുർത്താസും ഒരു 300 റേഞ്ചിലുള്ളതാണ്. ബ്യൂട്ടിഫുൾ കുർത്തിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമല്ല നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു സ്മോൾ സൈസ് ആണെങ്കിൽ എന്തായാലും ഓൾട്ടർ ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പലപ്പോഴും എക്സ്ട്രാ സ്മോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊരു പ്രോബ്ലം ആണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുടെ. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ട്രെൻഡിലുള്ള കളറാണ്. മസ്റ്റേർഡ് യെല്ലോ ഇപ്പോൾ നല്ലോണം ആൾക്കാർ എടുക്കുന്ന കളറാണ്. അത് മാത്രമല്ല സിമ്പിൾ എംബ്രോയിഡറി വർക്കാണ്. ഇത് കോളേജ് ഗോയിങ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡെയിലി യൂസ്. അതുപോലെ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ കംഫർട്ടബിൾ ആണ്, എന്നാൽ നല്ല സ്റ്റൈലിഷും ആണ്. അങ്ങനെ ഒരു പീസാണിത്. ഇപ്പോൾ ഈ കുർത്ത ഇട്ടിരിക്കുന്നത് അഫ്ഗാനി ജ്വല്ലറിയുടെ ഒപ്പമാണ്, അഫ്ഗാനി ഇയറിങ്സിനൊപ്പമാണ്. അതിൽ നിങ്ങൾക്ക് കാണാം മസ്റ്റേർഡ് യെല്ലോൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് ഞാൻ ആ കമ്മൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് യൂഫോബിയ ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള കമ്മലാണ് കേട്ടോ. അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുർത്തിയാണ്. എനിക്ക് കണ്ടപ്പോൾ എന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എഗെയിൻ ഓൺ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 350 രൂപയായിരുന്നു. 300 രൂപകളിലാണ് കിട്ടിയത്. ഏകദേശം ഒരു 350 രൂപയായിരുന്നെങ്കിൽ പോലും ഒരു 300 രൂപയ്ക്കാണ് കിട്ടിയത്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നെക്കിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്, കണ്ടോ, ഒരു മെറ്റൽ ഡീറ്റെയിലിംഗ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് വരികയാണെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ള മയിലിൻ്റെ പ്രിന്റ് ഉണ്ട്. അത് താഴേക്ക് ഇത് കണ്ടോ, 2 പോക്കറ്റ്സ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. ആൻഡ് ഞാൻ മേടിച്ചിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ സൈസിലാണ്. ആൻഡ് എനിക്കിത് പെർഫെക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. ഒരു തരിക്ക് പോലും ഓൾട്ടർ ചെയ്യേണ്ടി വന്നില്ല. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. സാധാരണ എക്സ്ട്രാ സ്മോൾ മേടിക്കുമ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ അത് വേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് പ്രശ്നം. നമുക്ക് സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എക്സ്ട്രാ സ്മോൾ മേടിച്ചാലും ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വന്നു എന്ന് വരാം. അപ്പോൾ ഒരു സേഫ്റ്റി പർപ്പസിന് ഒരു സൈസ് മീതെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കുർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ പ്രിന്റും കളർ കോമ്പിനേഷനും നന്നായിട്ട് ചേരുന്നുണ്ട്. മയിലിൻ്റെ പോലെ തന്നെ ഉണ്ട്. പിന്നെ ഈ പോക്കറ്റൊക്കെ ഇങ്ങനെ വന്ന കാരണം നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു കുർത്തി അല്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്കിതൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ തന്നെ അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ മുട്ടിൻ്റെ തൊട്ട് മീതി ആയിട്ടാണ് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഡ്രസ്സായിട്ട് ഇടാം. ജീൻസിൻ്റെ ഒപ്പം ഇടാൻ നല്ലതാണ്. ലെഗിങ്സിൻ്റെ ഒപ്പം ചുടി ബോട്ടത്തിൻ്റെ ഒപ്പം ഒക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും ഇത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയതാണ്. പിന്നിലും ടക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബോഡി ഹഗിങ് ഫിറ്റ് ആയിട്ട് കിടക്കും. ഇതിനൊപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയൊരു സ്റ്റെഡിന്റെ കമ്മലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഡ്രസ്സ് ഇത്തിരി ലൗഡാണ്. പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത്ര വൈബ്രന്റ് ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒപ്പം ഇനി ഭയങ്കര ചങ്കി ആയിട്ടുള്ള ജ്വല്ലറി ഇടണ്ടാച്ചിട്ടാണ് സ്റ്റെഡ് മാത്രം ഇട്ടത്. അടുത്തത് കോളർ നെക്ക് ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കുർത്തിയാണ്.
ആൻഡ് ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോളർ നെക്ക് ആണ്, കൂടാണ്ട് ഇവിടെ പ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ചെറിയൊരു ത്രെഡ് വർക്ക് ഉണ്ട്, ഗോൾഡൻ ത്രെഡ് വർക്ക് ഉണ്ട്, പിന്നെ പോട്ട്ലി ബട്ടണും ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. പിന്നെ സ്ലീവ്സിന്റെ അറ്റത്തും ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ടോപ്സ് ശരിക്കും നല്ലതാണ്. പ്ലെയിൻ ബ്ലാക്ക്, പ്ലെയിൻ വൈറ്റ്, എസ്പെഷ്യലി വൈറ്റിൽ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇത് ജീൻസിന്റെ ഒപ്പം ലെഗിങ്സ്, പട്ടിയാല അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ. നല്ല എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി ചൂടുകാലത്ത് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ എക്സ്ട്രാ സ്മോളിലാണ് മേടിച്ചത്, എങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ മേടിച്ച എക്സ്ട്രാ സ്മോൾ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നെങ്കിലും ഇതെനിക്ക് കുറച്ച് ലൂസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കമ്മൽ മീനാക്കാരി വർക്കിന്റെ ഒരു നീളനെയുള്ള ഒരു ജുംക്ക മോഡലാണ്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ജുംക്കയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് അല്ലേ, അപ്പോൾ കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവും തോന്നി. നല്ല രസമുള്ള കുർത്തിയാണ്, എനിക്ക് കാണാനും നല്ല ഇഷ്ടമായി. ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതൊരു 300 റേഞ്ചിലായിരുന്നു. അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത്. നല്ല രസമായിട്ടുള്ള ഒരു ആഷ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ആഷ് കളറിലെ കുർത്തി, ഒപ്പം നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, അതേപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പൂവിന്റെ പോലെയാണ്, കൂടാണ്ട് സീക്വൻസ് വർക്കും ഉണ്ട്. പിന്നെ നെക്കിന്റെ അവിടെയും അതേപോലെ തന്നെ ഷോൾഡറിന്റെ അവിടെ, പിന്നെ അതേപോലെ സ്ലീവ്സിന്റെ അറ്റത്തായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. പിന്നെ ഇത്തിരി റെയർ കോമ്പിനേഷൻ ആണ്, അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് കണ്ടുവരുന്നതല്ല. ഇതും ഒരു 350 റേഞ്ചിലായിരുന്നു. എഗെയിൻ എല്ലാ ഡിസ്കൗണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 300 റേഞ്ചിലാണ് കിട്ടിയത്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. എക്സ്ട്രാ സ്മോളിലാണെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. സോഫ്റ്റ് കോട്ടൺ അല്ല, പക്ഷെ എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആണ്. ഞാൻ എല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ ചൂട് സമയമല്ലേ, ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചൂടായിരിക്കും. അപ്പോൾ എന്തായാലും സേഫ്റ്റിക്ക് ഞാൻ കോട്ടൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നാട്ടിൽ പോകുമ്പോഴാണ് കൂടുതലും കുർത്തി ഇടുക. ആൻഡ് നാട്ടിൽ പോകുന്ന സമയം മിക്കവാറും ചൂടുള്ള സമയത്ത് തന്നെയാണ് പോവുക. പിന്നെ നമുക്ക് എപ്പോഴും ചൂടല്ല, എവിടെയും തണുപ്പുള്ളത്. എനിക്ക് ഓഫീസ് കോളേജിനൊക്കെ പറ്റിയതാണ്. 300 രൂപയ്ക്ക് എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല എഫോർഡബിളും ആണ്, എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് അലക്കി പിന്നെയും ഇടാവുന്നതാണ്. കളറൊന്നും പോണില്ല. ഒരു തവണ ഞാൻ അലക്കിയത് ആണ് ഇങ്ങനെ ചുളിഞ്ഞിരിക്കണത്. അപ്പോൾ അലക്കിയിട്ട് കളറൊന്നും പോയില്ല. എനിക്ക് ഇഷ്ടമായിട്ടോ, നന്നായിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കമ്മലും മാലയും ഒന്നും ഇട്ടില്ല. നമ്മുടെ മൂക്കുകാരും ഇട്ട പോലത്തെ മൂക്കുത്തില്ല, അതാണ് ഇട്ട് നോക്കിയത്. ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. എന്തായാലും 5 ഇട്ട് നോക്കണം. അപ്പോൾ ഒരെണ്ണത്തിനൊപ്പം എനിക്ക് ഇന്നെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടു. അടുത്ത പീസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പീസാണ്. ഇത് ആക്ച്വലി കുർത്തിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു തുണിക്ക് പോലെയാണ്. പക്ഷെ നമുക്ക് കുർത്തിയായിട്ടും ഇടാം കേട്ടോ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന്റെ തൊട്ട് മീതിയായിട്ട് നിൽക്കും, അങ്ങനത്തെ ഒരു ലെങ്ത് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. അത് മാത്രമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം സ്ലീവ്സ് വരുന്നുണ്ട്. ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രസമായിട്ട് ഫ്രണ്ടിൽ 2 ടക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയായിട്ട് 2 ടക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് ടക്ക് ഇട്ടിട്ടുണ്ട്, ബാക്കിലും ടക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നല്ലോണം ചേർന്ന് നിൽക്കും. പിന്നെ ഇത് എക്സ്ട്രാ സ്മോൾ ആണ്, ഞാൻ ഒട്ടും ഓൾട്ടർ ചെയ്തില്ല. എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ കളർ കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണ്. മസ്റ്റേർഡ് യെല്ലോ, പിന്നെ അതിൻ്റെ ഒപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ പൂക്കളും രസമുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മാത്രം ലേശം ഒന്ന് പ്രൈസ് ചെയ്യായിരുന്നു, അതായത് 400 സംതിങ്. ക്യാഷ് കറോ എന്നുള്ള ഡിസ്കൗണ്ടും എല്ലാം കഴിച്ചിട്ട് എനിക്കൊരു 350 രൂപയ്ക്കാണ് കിട്ടിയത്. നല്ല ഭംഗിയും കേട്ടോ കാണാനായിട്ട്. ഡ്രസ് എന്ന് പറയുന്നത് ഓൾറെഡി നറി പ്രിന്റും നല്ല വൈബ്രന്റും ആയതുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് ഇട്ടത്. ആ സ്റ്റെഡിലും നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് സട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണിക്കുന്ന എല്ലാ കുർത്താസും ഞാൻ ജീൻസിൻ്റെ ഒപ്പമാണ് ഇട്ടത്. പിന്നെ ഒരേ ചെരുപ്പിൻ്റെ ഒപ്പമാണ് ഇട്ടത്, ഒരു ജൂത്തിയുടെ ഒപ്പമാണ് ഇട്ടത്. കുർത്താസിൻ്റെ ഒപ്പം എല്ലാം ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്കിൻ്റെ ഒപ്പം പോണ ഒരു ചെരുപ്പാണത്. അങ്ങനത്തെ ഒരു ജൂത്തി നമുക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഒരുവിധം എല്ലാത്തിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാവുന്നതാണ്.
NNO എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് മേടിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ക്വാളിറ്റി എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളതാണ് കിട്ടിയത്. പ്രത്യേകിച്ച് അഫോർഡബിൾ റേഞ്ചിലാണ്. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതുവരെ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണം കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് എനിക്ക് അത്ര സംശയം ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ ആദ്യം ആയതുകൊണ്ട് കുറച്ച് സംശയം ഉണ്ടായിരുന്നു താനും. അങ്ങനെയായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഏത് കുർത്തി ഏറ്റവും ഇഷ്ടമായി എന്ന് എന്തായാലും പറയണം. അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാഷ് കറോന്ന് അതേപോലെ ഒന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് അഭിപ്രായം എന്നുള്ളത് പറയണം. അത് എനിക്കും കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.